Aliens. ഇരുചക്ര വാഹനം വിൽപ്പനയ്ക്ക് 2024 മോഡൽ ഹോണ്ട ആക്ടിവ 7000 കിലോമീറ്റർ ഷോറൂം കണ്ടീഷൻ 50,000 ഗുണ വിലയാണ് കൂടുതൽ. ഇതിപ്പോ എവിടുന്ന് വന്ന് ഈ വണ്ടിപ്രാന്ത്? 2 ദിവസമായി തുടങ്ങിയിട്ട് വണ്ടി 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 എന്നും പറഞ്ഞിട്ട് വല്ലതും മേടിക്കുക അതുമില്ല. നമ്മളെ ഈ ചോര ഓടണം മനുഷ്യന്മാരാണ്, ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവും. ഇപ്പൊ നീ എന്താണ് ബീൻസ് അറിയണം, നിനക്ക് എങ്ങനെ മോഹം വന്ന്? ഇന്ന് രാവിലെ പെട്ടെന്ന് ഒരു മോഹം ഉണ്ടായില്ലേ ഇന്ന് ബീൻസ് തോരൻ വെക്കാന്ന്. അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഓരോ ദിവസവും ഓരോരോ ആഗ്രഹങ്ങൾ ഇങ്ങനെ വരുന്നു. അതിൽ ചിലതൊക്കെ നടക്കും, ചിലത് നടക്കാതെ പോവും, അത്രേ ഉള്ളൂ. കിട്ടിയാൽ കൊള്ളാം, പക്ഷേ ഇവന്മാർ ഭയങ്കര വില ചോദിക്കണം. ഇതിനകത്ത് എല്ലാം കച്ചവടക്കാരന്മാരാണ്. ധൃതി പിടിക്കണ്ടാന്നേ, സാവധാനം മേടിച്ചാൽ മതി. വണ്ടി ലോകത്തില്ലാതെയൊന്നും ആയി പോവില്ലല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞു തന്നത് വണ്ടി കിട്ടിയാൽ നമ്മളെ കുറെ അത്യാവശ്യങ്ങൾ നടക്കുവേ. അതൊക്കെ നേരാ. ഇപ്പോഴത്തെ ഈ പിന്നെ മീറ്റിങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ വണ്ടി ഉണ്ടെങ്കിൽ സമയത്ത് ചെന്ന് എത്താൻ പറ്റും. മറ്റത് ഈ പറഞ്ഞ മാതിരി ബസ്സും കയറി ആട്ടോയും വിളിച്ച് അങ്ങോട്ടും അതൊന്നും പറയണ്ട. സമയത്ത് പോണതൊക്കെ ക്ലീറ്റോന്റെ തോന്നല. ചില നേരം ഇവിടെ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ചത്തുകുത്തിയിരിക്കണം കാണാം. അത് പാർട്ടി മീറ്റിംഗ്, പാർട്ടി പരിപാടി എന്ന് പറയുന്നത് പാർട്ടിയുടെ പരിപാടി, അതിന് പോകും പോലെയാണ്. ഇത് സ്വന്തമായിട്ട് നമ്മളൊരു സ്ഥാപനം തുടങ്ങിയിട്ട് അതിന്റെ മീറ്റിങ്ങുകൾക്ക് പോകാന്ന് പറയണത് അത് കൃത്യമായിട്ട് പോയില്ലെങ്കിൽ വണ്ടി ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ നല്ല കാര്യം. എനിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം. അത് തന്നെ ഞാനും ഉദ്ദേശിച്ചത്. വണ്ടി ഈ സാറിന്റെ അടുത്ത് പറഞ്ഞിട്ട് 2 ദിവസമായി. സാറിനോട് പറഞ്ഞിട്ടുണ്ടേ, സാർ അത് എത്തിച്ച് കൊണ്ടു തന്നിരിക്കും. 2018 വണ്ടി ആക്റ്റീവ. 2018 ഇത്? 2018 വണ്ടിയോ? 2018 ഫെബ്രുവരി 2-ാം മാസം മോഡല്. നല്ല വണ്ടി. ഇതിനെ കണ്ട ഒരു 5 വർഷം പോലെ 2013 വണ്ടിയുടെ ലുക്കേ ഉള്ളൂ. 2013 വണ്ടിയുടെ ലുക്കാ? മച്ചമ്പെ കണ്ട ഇപ്പൊ ഒരു 65 വയസ്സ് കൊണ്ട്. പക്ഷെ മച്ചമ്പക്ക് അത്ര പ്രായമില്ലല്ലോ. ഉണ്ടോ? അല്ല, 40-കാരന്റെ ചുറുചുറുക്കുണ്ട് എങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ ലുക്കിനകത്തല്ല കാര്യം. അല്ല, മാത്രമല്ല ഇത് വണ്ടിയെ ഇത് പിന്നെ ഇത് നീല കളറ്. എനിക്ക് ബ്ലാക്ക് ആണ് വേണ്ടത്. നീല കളറാ? ഞാൻ മനസ്സിൽ എനിക്ക് ബ്ലാക്ക് ആണ് വേണ്ടത്. ബ്ലാക്കിൽ പോകുമ്പോ ഒരു ഗമയാണ്. പച്ചമ്പ ഇത് ബ്ലാക്ക് വണ്ടിയാന്ന്. ഏത്? ഇത് ഈ സുധയുടെ വീട്ടിൽ സിറ്റ് ഔട്ട് ഇല്ല, കാർപോർച്ച് ഇല്ലാത്തോണ്ടേ അവനൊരു നീല ടാർപ്പ് മേടിച്ച് മറച്ചിട്ട് അതിന്റെ കീഴിലാണ് വെച്ചേക്കുന്നത്. ആ നീല കളർ റിഫ്ലക്ട് ചെയ്താണ് ബ്ലാക്ക് വണ്ടി. പക്ഷേ അത് നല്ല വണ്ടിയാ. നല്ല വണ്ടി. ഇത് വില എങ്ങനെ ചോദിക്കണം? 25 രൂപ കൊടുത്താ കിട്ടും. 25 രൂപ ഈ വണ്ടിക്ക്? 16,000 കിലോമീറ്റർ വണ്ടി ഓടിട്ടുള്ളൂ. എല്ലാ സർവീസ് ഷോറൂമിലും പക്ക റണ്ണിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പക്ക റണ്ണിങ് കണ്ടീഷൻ. എനിക്ക് പേഴ്സണലി അറിയാം. പക്ഷെ ഇത് വില ഭയങ്കര കൂടുതലാണ് റൊണാൾഡോ. ഇത് താഴെ വരട്ടെ. ക്ലീറ്റോ അത് മേടിക്ക്. ക്ലീറ്റോ 25,000 രൂപയുള്ളൂ. എന്റെ വിചാരം 10, 50,000, 75,000 25 രൂപയ്ക്ക് നല്ല വണ്ടി. നിങ്ങൾ കോഴിക്കോട് അങ്ങ് സുൽത്താൻ ബത്തേരിയുള്ളത് പോകുന്നില്ലല്ലോ. ഈ പേരൂക്കട ഈ ഭാഗത്ത് കിടന്ന് കറങ്ങാൻ വേണ്ടിട്ട് ഈ വണ്ടി പോരെ. ഇത് 25,000 രൂപയ്ക്ക് ഇല്ല വണ്ടി. എന്നെ വണ്ടി നീ പഠിപ്പിക്കല്ലേ. ഞാൻ ഇത് കച്ചവടങ്ങൾ കുറെ കാറൊക്കെയാണ് ചെയ്യണമെങ്കിൽ 2 വീലറിന്റെ ഒക്കെ എനിക്ക് അറിയാം. നീ അതുകൊണ്ട് എന്നെ പഠിപ്പിക്കണ്ട. ഇത് വില കൂടുതലാണ്. എന്ത് കൂടുതലെന്ന് പറഞ്ഞാൽ? എന്നല്ലാതെ വേറെ ഏതെങ്കിലും കാണിച്ചു കൊടുക്കും. തങ്കച്ചേട്ടത്തി ഇതൂടക്കം 15ാമത്തെ വണ്ടിയാണ് ഈ കൊണ്ട് കാണിക്കുന്നത്. ഏത് വണ്ടി കണ്ടിച്ചാലും ഒന്നേ കളർ പോരാ, റേറ്റ് കൂടുതൽ, റേറ്റ് കുറവ്, റണ്ണിങ് കണ്ടീഷൻ പോരാന്ന് പറഞ്ഞ് തട്ടി കൊണ്ടുപോവാ. അനിയന് ഞാനൊരു ഉപദേശം അങ്ങോട്ട് തരാം. വണ്ടിയും പെണ്ണും ഇത് എത്രത്തോളം നമുക്ക് നോക്കിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം നോക്കി നല്ലത് തന്നെ എടുക്കണം. അതിൽ ആദ്യത്തേലും ഞാൻ പരാജയപ്പെട്ടു. വണ്ടിയിലെങ്കിലും എനിക്കൊന്ന് ജയിക്കണം. സുൽത്താനെ, ബ്രൂണോ സുൽത്താൻ നല്ലത് തന്നെ നോക്കി മേടിച്ചു കൊടുക്ക്. അല്ല, ഇത് ഞാൻ പറയണത് താഴെ വരട്ടെ. ഈ താഴത്തെ എന്ന് പറഞ്ഞാൽ താഴോട്ട് എത്ര വരെ പോകാം അത് പറ. ഇപ്പൊ ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ പാതാളം വരെ താന്നാലും എനിക്ക് വിരോധമൊന്നുമില്ല. പാതാളം വരെ താഴാൻ ഇത് ഓടിക്കുന്ന മാവേലി തമ്പുരാനല്ലോ, മച്ചമ്പിയല്ലേ. അപ്പൊ അത്യാവശ്യം റണ്ണിങ് ഉള്ള വണ്ടി എടുക്കണേ പൈസ അങ്ങോട്ട് മുടക്കിയാലേ പറ്റത്തുള്ളൂ. നിനക്ക് എന്തേ അത് വണ്ടി മേടിക്കാനൊന്നുമല്ല, വെറുതെ വണ്ടി മേടിക്കാനൊന്നുമല്ല. നീ അതുകൊണ്ടാണ് എന്റെ അടുത്ത് വായിട്ട് അലച്ചോണ്ടിരിക്കുന്നത്. ഞാൻ നോക്കണത് വണ്ടി എനിക്ക് വേണം. വണ്ടി വേണമെന്നുള്ളതുകൊണ്ട് തന്നെയാണ് നോക്കണത്, അല്ലാതെ വെറുതെ ഒന്നുമല്ല. ഇപ്പൊ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് കൈ കൊടുത്തേ പറ്റൂ. അല്ലാതെ മുടക്കാൻ പൈസയും ഇല്ല. എന്നാൽ എടുക്കുന്ന വണ്ടി പക്കയായിരിക്കണം. മുന്തിയ വണ്ടി വേണമെന്ന് പറഞ്ഞാലേ അങ്ങനെ അങ്ങ് വണ്ടി ഒത്തു വരൂല. അങ്ങനെയൊന്നും പറയണ്ട. അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഉണ്ട്, നമ്മൾ കണ്ടെത്തണം. എവിടുന്ന് കണ്ടെത്താം?
ഒന്നെ കാര്യം മനസ്സിലായ അല്ല മച്ചമ്പി, നമ്മള് ചോക്ക് പോലെ ഇരുന്നിട്ട് ചോക്ക് പീസ് തിരക്കി പോയ പോലെ ആയല്ലോ. ചോക്ക നമ്മുടെ കൺമുമ്പിൽ ഒരു നല്ല വണ്ടി മാറാല് പിടിച്ചിരിക്കും, നമ്മൾ വേറെ വണ്ടിക്ക് വേണ്ടിട്ട് പോണോ? എവിടെ ഏത് വണ്ടി? കനമച്ചമ്മയുടെ വണ്ടി. അയ്യോ ആ വണ്ടിയാ? ആ ആ ഹേയ് അതൊന്നും എന്താ പറ്റാത്ത? ആ വണ്ടി ഒന്നും ശരിയാവില്ല. അതൊന്നും ശരിയാവൂല ഇടർക്ക. എന്താ ശരിയാവത്തെ? പിന്നെ SI ആയതിനു ശേഷം അങ്ങനെ ഇപ്പൊ ജീപ്പിലാണേ പോന്നെ. ഈ വണ്ടി വെറുതെ അവിടെ നിന്ന് കൊടുത്തിനും പഠിക്കുവോ? എന്തായാലും ഇങ്ങേർക്ക് ഒരു വണ്ടി ആവശ്യമുണ്ട്. വെറുതെ ഇരിക്കുന്ന വണ്ടി എടുത്ത് പോയിച്ചാ പോരെ? വേണ്ടടേ, ആ വണ്ടിയൊന്നും വേണ്ട. നമുക്ക് പറഞ്ഞില്ലേ നമ്മളെ ബഡ്ജറ്റിന് ഉള്ളതെങ്കിൽ ഒരു നല്ല വണ്ടി മതി. ബഡ്ജറ്റ് വിട്. അങ്ങനെ എന്തായാലും SIയുടെ സ്റ്റാറ്റസ് വെച്ച് ഈ വണ്ടി ഒരു കാലത്തിന് ഉപയോഗിക്കാൻ പോകുന്നില്ല. ചിലപ്പോ വല്ല ബുള്ളറ്റ് എങ്ങാനും എടുത്തെങ്കിലേ ഈ വണ്ടി ഇത് വെറുതെ ഇരിക്കും, എന്തായാലും അങ്ങനെ വിൽക്കത്തില്ല. അത് അച്ഛന്റെ വണ്ടിയാണ്, അവൻ അതങ്ങനെ ആർക്കും കൊടുക്കൂല. കൊടുക്കുന്ന അന്യാളല്ലോ, സ്വന്തം അളിയനല്ലേ. ആ അല്ല പിന്നെ ഈ പറഞ്ഞ പോലെ കനകൻ നീ ഇപ്പൊ നമ്മളെ ചെലവിലും കൂടെ ആണല്ലോ പോണത്. നമ്മുടെ ചെലവിലോ? സർക്കാരിന്റെ ജീപ്പിൽ പോകുന്നതിന് നമുക്ക് എന്തോന്ന് ചെലവ്? സർക്കാർ എന്ന് പറയണ ആരുടേത്? നമ്മളെയൊക്കെ ടാക്സ് ആണ് സർക്കാർ. ആ വണ്ടിയിലാണ് അവൻ പോണത്. എന്റെയും നിന്റെ ഒക്കെ ചെലവിലാണ് അവൻ പോണത്. അപ്പൊ പിന്നെ ആ വണ്ടി വെറുതെ എവിടെ ഇരിക്കുന്ന വണ്ടി എനിക്ക് വേണമെങ്കിൽ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്, തെറ്റൊന്നുമില്ല. ഒരു തെറ്റുമില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇത് വെറുതെ എവിടെ ഇരിക്കണമെങ്കിൽ നോക്കാം. തട്ടി 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 കൃത്യമായിട്ട് ആ വണ്ടിയുടെ അടുത്ത് ചെന്നു. എന്ത് കേട്ടിട്ട് നാണാവണം, തൊലി ഉരിയണേ. ഞാൻ പൊക്കോട്ടെ. എന്ത് ഇതിവിടെ ആർക്ക് വേണം നിർബന്ധം? ഇവൻ പറഞ്ഞുകൊണ്ട് ഇനി മെഴുകണ്ട, എല്ലാവർക്കും കാര്യം മനസ്സിലായി. അവർക്ക് മനസ്സിലായി. ഇത് വേണോടാ ഇത് വേണ്ടേ? വെറുതെ വെറുതെ മച്ചമ്മ നേരത്തെ പറഞ്ഞ കാര്യം കറക്റ്റാണ്. വണ്ടിയും പെണ്ണും ചിലവരുടെ മനസ്സിൽ കൊളുത്തിയ അവരതും കൊണ്ടേ പോകത്തുള്ളൂ. കറക്കി തിരിച്ച് അതിലേക്ക് തന്നെ ഉണ്ട് എത്തിച്ചിട്ട്. ചേച്ചി ആയിരിക്കെ ലില്ലി എന്ത് ചേച്ചി? ലില്ലി അവള് തുണി കഴുകിയായിരിക്കും. അല്ല നിങ്ങൾ രണ്ടുപേരും അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിയാ? ഗണപതി കോവിലേ ആ ഒരു വഴിപാട് വിൾക്ക്. അപ്പൊ പോയി ഗണപതി ഹോമൊക്കെ കഴിച്ചിട്ട് പോകുന്നു. പ്രസാദം എടുത്ത് കൊടുക്ക്. ആ പിന്നെ പണ്ടത്തെ പോലെ നേരത്തെ പോണല്ലോ അല്ലേ? പുതിയായിട്ട് ചാർജ് എടുത്തോണ്ട് ഇനിയിപ്പോ എന്നാടാ ഗണപതി പ്രസാദ് ഗണപതി അമ്പലത്തിലെ അവനാണെങ്കിൽ കുട്ടിക്കാലം മുതലേ ഉണ്ണിയപ്പച്ച ഭയങ്കര അല്ലേ? ഗണപതി നമ്മുടെ ആളല്ലേ? ചേച്ചി പൊതിഞ്ഞ് വെച്ചേരാ. അപ്പൊ വന്നേ ഉള്ളു. കഴിച്ചാ രണ്ടുപേരും? ആ ഞങ്ങളാ വരുന്ന ബ്രാഹ്മൺസ് ഹോട്ടലില്ലേ, അവിടെ ഉപ്പുമാവും വടയും കഴിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രാഹ്മണസോട്ടൊന്ന് ഉപ്പുമാവുന്നതിന്റെ വേണ്ടിട്ട് ഇവിടെ ഇടയ്ക്ക് വഴിപാട് പറഞ്ഞു വരണേ കാരണങ്ങള്. ചുമ്മാ. ആ പിന്നെ ഒരു കാര്യം പറയട്ടെ, അടുത്ത മാസം തിരുപ്പതിക്കൊന്ന് പോകണം നമുക്ക് എല്ലാവർക്കും. നല്ല കാര്യം. ഇവളുടെ ഒരു വഴിപാടുണ്ട്, എനിക്കൊന്ന് മുട്ട അടിക്കാൻ. അതിനല്ല ഇടയ്ക്കിടയ്ക്ക് ചേട്ടന് തലവേദന വരത്തില്ലേ അപ്പൊ നേർന്നതാ. നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പോയാലോ? ഞാൻ വരുന്നടാ, എനിക്ക് ഭഗവാനെ ഒന്ന് കാണണം. തീർച്ചയായിട്ടും ചേച്ചി ഞാൻ എന്തായാലും കൊണ്ടുപോകും, പക്ഷെ എല്ലാവരും കൂടിയിട്ട് പോകാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല എനിക്ക് ഇനിയിപ്പൊ പുതുതായിട്ട് ചാർജ് ഒക്കെ എടുത്തില്ല, ഇപ്പൊ പെട്ടെന്ന് ലീവ് കിട്ടുന്ന അറിഞ്ഞൂടാ. നമുക്ക് നോക്കാം. അത് മാത്രമല്ല നമുക്ക് ഇപ്പൊ ഡാൻസ് സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അപ്പൊ അവിടെ അല്ല ഇത് നമ്മളിപ്പോ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മാസം ഗ്യാപ്പുണ്ട്, അതിലിടയ്ക്ക് 1-2 ദിവസം ഒന്ന് തിരിയാൻ പറ്റിയ ഇനി അതിന് കൂടി പറ്റില്ല ഇവന്റെ ജീവിതം. അല്ല അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ നമുക്ക് പോവാം ചേട്ടാ. അങ്ങനെ അല്ല, സമയം കണ്ടെത്താം അല്ലേ? പോവാം, നോക്കാം. കനകാടേ ഡേറ്റ് ആണല്ലോ. കനക ഇതേ വണ്ടിക്ക് ചുറ്റും ഒരു കറക്കം, വണ്ടിയിലിട്ട് 2 തട്ട്. എന്താണ് ഇത് എങ്ങനെയുണ്ട്? ഓടുവോ? കണ്ടീഷൻ എങ്ങനെ? അത്യാവശ്യം ഓടും, പക്ഷെ വിൽക്കുന്നില്ല. അല്ല വിൽക്കണ്ട, വാങ്ങാമല്ലോ. ഞാനേ അമ്മാവാ അമ്മാവും കൂടെ ഉള്ളത് നന്നായിരുന്നല്ലേ. എൻ്റെ ഈ ഓഫീസിൽ ഇപ്പോഴത്തെ ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ ഇങ്ങനെ ഒരു 2 വീലർ എടുക്കണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. നമ്മൾ വി ഹെൽപ്പ് ആണല്ലോ, ജനങ്ങളിലേക്ക് കുറച്ചുകൂടെ അതിവേഗം കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതിനുവേണ്ടി ഒരു വണ്ടി ഉണ്ടെങ്കിൽ നല്ലതല്ലേ എന്ന് ഇങ്ങനെ ആലോചിക്കും. ഹോം ഡെലിവറി ആണോ?
ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം. അപ്പോൾ ഇതിങ്ങനെ വെറുതെ ഇവിടെ ഇരിക്കുകയല്ലേ. അപ്പോൾ റൊണാൾഡാണ് പറഞ്ഞത്. ഞാൻ വണ്ടി നോക്കാൻ അവനോട് പറഞ്ഞു 2 തവണ. നീ ഒരെണ്ണം വെറുതെ ഇവിടെ അനങ്ങാതെ ഇങ്ങനെ ഇരുന്ന് ഇതാവണത് ഇതും എടുത്തങ്ങോട്ടും ഇങ്ങോട്ട് പോവാമല്ലോ. അല്ലടാ അവൻ പറയുന്ന കാര്യട്ടാ. നീ ഇപ്പോ നിനക്കിപ്പോ ഇതിന്റെ ആവശ്യമില്ലല്ലോ. ഇത് ഇവിടെ വെറുതെ ഒക്കെ അല്ലേ. എന്നിട്ട് അവനെ കൊടുത്താ അവന്റെ ജോലിക്ക് അതൊരു ഭാഗമില്ലേ. ഇത് വെറുതെ ഇരിക്കണം ആരാ അമ്മാവൻ്റെ അടുത്ത് പറഞ്ഞത്? എനിക്ക് അങ്ങോട്ടൊക്കെ പോണേ ഇത് വേണ്ടേ? നീ ഇപ്പൊ നിനക്ക് ഡ്യൂട്ടിക്ക് പോയി വരികയും ചെയ്യണം. അതിന് സർക്കാരിന്റെ ജീപ്പ് വരണുണ്ട്. അത് വരുന്നതിന് കൊണ്ടുപോകുന്നു, തിരിച്ചുകൊണ്ട് വിടണുണ്ട്. ഇനിയിപ്പോ വീട്ടു സാധനങ്ങളൊക്കെ മേടിക്കാനാണെങ്കിൽ ഞാൻ അതും മേടിച്ചോണ്ട് തരാം. എന്തിനാണ് വെറുതെ എനിക്ക് ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി വേറെ ആൾക്ക് കൊടുക്കണം താല്പര്യമില്ല, അത്രേ ഉള്ളൂ. ഇതൊക്കെ അമ്മാവാ, ഇതൊക്കെ ഒരുമാതിരി പിടിവാശിയാണ്. കാരണം ഇനി ഞാനിത് കൊണ്ടുപോയി അങ്ങ് നന്നായി കളയണമെങ്കിലോ എന്നുള്ളത് അത് നല്ലതല്ല കേട്ടാ. മക്കളെ നിനക്ക് അത്യാവശ്യമില്ലെങ്കിൽ അവന് കൊടുത്തേക്ക്. തൽക്കാലം അവന്റെ കാര്യം നടക്കട്ടെ. അമ്മ ഇത് എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്? ഇവനാണ് വണ്ടിയും കൊണ്ടുപോകുന്നത്. ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, എന്താണ് സംഭവിക്കുന്നത് ആർക്കും അറിയാൻ പറ്റൂല. ഞാനൊരു സബ് ഇൻസ്പെക്ടറാണ്. ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിന്റെ സർവീസിനെ തന്നെ ബാധിക്കും. ഇത് അഹങ്കാരമാണ് അമ്മ, അഹങ്കാരം. ഇത് മറ്റേ പട്ടി പുല്ല് തിന്നയല്ല പശുവിനെ തിന്നാൻ സമ്മതിക്കില്ല എന്ന് പറയൂലേ, അതാണ് ഇപ്പൊ ഈ കാണിക്കുന്നത്. ഇതൊന്നും നല്ല പരിപാടിയൊന്നും അല്ല. ഏട്ടാ തൽക്കാലത്തേക്കല്ലേ ഒന്ന് കൊടുക്കേട്ടാ. ലില്ലിമോളെ, തൽക്കാലത്തേക്കൊന്നും അല്ല. ഇത് ഞാൻ എന്റെ വി ഹെൽപ്പ് എന്ന സംഭവം ഉള്ളിടത്തോളം കാലം എനിക്ക് ഈ സാധനം വേണം. അതെന്റെ ഒരു ആവശ്യമാണ്. എടാ നീ ഇപ്പൊ എന്താണോ ചെയ്യുന്നത് അതുപോലെ അങ്ങ് ചെയ്താൽ പോരെ? എന്തിനാണ് ഈ വണ്ടി എടുത്തുകൊണ്ട് പോണത്? ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് അതിനെ കുറിച്ച് ഓർത്ത് നീ വേവലാതിപ്പെടണ്ട, അതെന്റെ കാര്യം. എടാ നീ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ വേവലാതിപ്പെടുന്നില്ല, പക്ഷെ ഈ വണ്ടിയെ പറ്റി ഞാൻ വേവലാതിപ്പെടും. അമ്മാവാ, ഇനി ഞാൻ ഇത് ചോദിച്ച് യാചിക്കാനും തെണ്ടാനോ നിൽക്കൂല. അമ്മാന് സൗകര്യം ഉണ്ടെങ്കിൽ മേടിച്ച. ഇപ്പൊ നീ അവന് വണ്ടി കൊടുത്തിട്ട് അവൻ എന്തേലും അബദ്ധത്തിൽ ചെന്ന് ചാടിയാ നിന്റെ ജോലി ബാധിക്കുന്നത് പേടിച്ചിട്ടില്ല നീ വണ്ടി കൊടുക്കണില്ലേ പറഞ്ഞു? എന്ത് പ്രശ്നം ഉണ്ടായാലും അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു. എന്റെ റിസ്കിൽ നിനക്ക് അവന് വണ്ടി കൊടുക്കാൻ പറ്റുമോ? അമ്മാവനാ പറയണം ആ വണ്ടി കൊണ്ട് കൊടുക്ക്. അമ്മാവനായിട്ടില്ലേ കൊടുക്ക് അല്ലേ? എന്തിനാ മസിൽ പിടിക്കുന്നത്? ഒരു വണ്ടിയല്ലേ മാവാ, കാര്യം ഞാൻ പറയാം. ഞാൻ കൊണ്ട് തിന്നിയൊന്നുമില്ലല്ലോ. കിട്ടാൻ പോകുന്ന സാധനം ഇനി മുടക്കല്ലേ. ഞാനേ നിർബന്ധിച്ചോണ്ടാ തരുന്നത്. അവിടെ ഇവിടെ പോയി കൊടുക്കരുത്, ഞാൻ കൊടുങ്ങും അവസാനം. കൊടുത്തോ അമ്മാ, ഒന്ന് മേടിച്ചു അമ്മാൻ്റെ ഇവിടുത്തെ ഐശ്വര്യമായിട്ട് മേടിച്ചു. അതെന്തിനാ അങ്ങനെ ഒരു വാശി? അവന്റെ വണ്ടി അവൻ സന്തോഷത്തോടെ മേടിക്കണേ. ശരിയൊന്നുമല്ല, ഒരു സന്തോഷം അത്രേ ഉള്ളൂ. കുഴപ്പമില്ല, നല്ല കാര്യമല്ലേ. ചുമ്മാ വെറുതെ വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞോണ്ട് സൂക്ഷിക്കണേ, സൂക്ഷിച്ചു. കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. കഴുകണം ആദ്യം. ഇത്തിരി ഉത്തരവാദിത്ത കുറവാണേ, അതുകൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞതാ. സൂക്ഷിച്ചാ നല്ലതാ. അതൊന്നുമില്ല, അങ്ങനെയൊന്നും പറയല്ലേ അമ്മ. നല്ലൊരു ഹെൽമെറ്റും വാങ്ങിക്കും. ഹെൽമെറ്റ് വരണം മേടി. പ്രശ്നത്തിലൊന്നും ചെടുപെടാണ്ട് അവൻ സൂക്ഷിച്ചോളൂല്ലേ? എണ്ണു ഒക്കെ നോക്കട്ടെ. ചേച്ചി, ഓ, എന്റെ ജോലിയൊക്കെ കഴിഞ്ഞോടി? ദേ കഴിയണതാ കാണുന്നത്. അടിച്ചു ഇട്ടിട്ട് വേണം, പഞ്ചായത്തിൽ പോകാനുണ്ട്. ഇതാ കുഞ്ഞെ പ്രസാദ. കൈ എടുക്കുന്നില്ല, ഇവിടെ വെച്ചേക്കാം. അടച്ചേക്കാം. സ്പൂൺ എടുത്തോണ്ട്. ചേച്ചി ഒച്ചയൊന്നും കേട്ടില്ലേ? ചേച്ചി ഒച്ചയൊന്നും കേട്ടില്ലായിരുന്നോ? എന്തൊച്ചാ? ക്ലീറ്റോ ചേട്ടൻ അവിടെ വന്ന് വഴക്കുണ്ടാക്കി വണ്ടിയും കൊണ്ട് പോയി. ഓ, ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേ പറഞ്ഞ് വേണ്ട വേണ്ട വേണ്ടാന്ന്. ആര് കേൾക്കാൻ? റൊണാൾഡോ ഒറ്റൊരുത്തനാണ് ഇളക്കി വിടുന്നത്. ആ, അമ്മാവൻ ഗ്യാരണ്ടി പറഞ്ഞതുകൊണ്ടാ കനകം കൊടുത്തത്. അവൻ ചൂടിലാണോ? കുഴപ്പമില്ല, എന്നിട്ട് പിന്നെ ഒന്നും മിണ്ടിയിട്ടൊന്നുമില്ല, ഡ്യൂട്ടിക്ക് പോയി. എന്താ വന്നേ? ചേച്ചി അമ്മായിയൊക്കെ അടുത്ത മാസം തിരുപ്പതിക്ക് പോകുന്നു. അപ്പൊ നമുക്കും കൂടെ ആ കൂട്ടത്തിൽ ചെല്ലുവോന്നറിയാനായിട്ടാ. അമ്മാവന് നേർച്ചയുണ്ടെന്ന് തലമുട്ടയടിക്കാനായിട്ട്. ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യണ്ടേ? അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. എനിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒന്ന് പോകാൻ. എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഏട്ടനാണെങ്കിൽ അവിടെ ഇടഞ്ഞു നിൽക്കുവാണ്, ഡ്യൂട്ടി കൊണ്ടാണെന്ന്. ചേച്ചി ഒന്ന് സംസാരിക്കേച്ചി. ഞാനിവിടെ ക്ലീറ്റോനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. നോക്കടി, ചേച്ചി വരുന്നുണ്ട്, നമുക്ക് നല്ലവർക്കും. അമ്മ വരുന്നുണ്ടോ? അമ്മയൊക്കെ വരുന്നുണ്ട്. നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ടേ? അത് ഞങ്ങളൊക്കെ ചെയ്തോളാം.
എന്നാ വൈകുന്നേരം പറയാം. ക്ലീറ്റ് ഒന്ന് കേട്ടോ, എന്നിട്ട് ചോദിക്കട്ടെ. നീ ഒന്നും കൂടി ചോദിക്കാൻ അവനോട്. ഞാൻ ചോദിക്കത്തില്ല ചേച്ചി. അഥവാ നിനക്ക് ഡാൻസ് ക്ലാസ് ഇല്ല, അതിനെന്ത് ചെയ്യും? അതൊക്കെ പിന്നെ അവിടെ വേറെ ടീച്ചർമാരില്ലേ, അതൊക്കെ അവര് നോക്കോളൂ. ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കേ. പോകാം, എന്തായാലും പോകാം. ചേച്ചി പോട്ടെ. പെട്രോളിനൊന്നും കുഴപ്പമില്ല. പെട്രോൾ കൊണ്ട് ഇത് എന്ത് ഏത് നേരത്താണോ എന്തോ ഇത് എടുത്തോണ്ട് വരാൻ തോന്നുന്നു. മനോഹര സാറേ, നമസ്കാരം. സാറേ, ഞാൻ അങ്ങോട്ട് വരാനായിട്ടുള്ള വഴിയിലായിരുന്നേ. അപ്പോൾ എൻ്റെ വണ്ടിക്ക് ചെറിയൊരു പ്രശ്നം. നമുക്ക് മീറ്റിംഗ് ഒരു ഉച്ചയ്ക്ക് ശേഷം ആക്കാൻ പറ്റുമോ? പറ്റില്ലേ? എന്നാ ഞാൻ വരാം സാറേ, ഞാൻ വരാം. ഞാൻ ഉടനെ എത്താം. നേരത്തൊന്നും എനിക്ക് തോന്നിയത് ഉണ്ടാക്കാൻ ഓരോ ഉണ്ടാക്കാനായിട്ട്. ചേട്ടാ ഒന്ന് നിർത്തിക്കേ. ഇതെന്നത്? ശരി, എന്തത്? വണ്ടി തള്ളണ എന്താ? തള്ളേണ്ട സാഹചര്യം ആയിപ്പോയി. എന്ത് സാഹചര്യം? ഓടൂലേ സാഹചര്യം? നിങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോഴേ വണ്ടി കളഞ്ഞോ? ഒരുമാതിരി മനുഷ്യനെ അവന്റെ കയ്യിലിരുന്നപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. അയ്യോ, അവന്റെ കയ്യിലിരുന്ന കുഴപ്പമില്ല. ഞാൻ പിന്നെ ഇതിൽ കറന്ന് സർക്കസ് കാണിച്ചു. അവിടെ ചെന്ന് ഓള കണ്ട് ബഹളം ഉണ്ടാക്കി വഴക്കിട്ട് വണ്ടി മേടിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ വരുമെന്ന്. വണ്ടി മേടിച്ചോണ്ടല്ല, ഒരാൾ ഒരു മുതൽ കൊടുക്കുമ്പോ സന്തോഷത്തോടെ കൊടുക്കണം. ഇതെങ്ങനെ മനസ്സിൽ ഇങ്ങനെ പ്രാഗി അങ്ങനല്ലേ അവൻ തന്നത്. അപ്പൊ ഇതല്ല, ഇത് അപ്പുറം സംഭവിക്കും കളിക്കുന്നത്. എനിക്കിട്ട് ഈ പണി തന്നേനെ. കർത്താവ് ഉണ്ടെങ്കിൽ അവൻ ഇന്ന് സ്റ്റേഷനിൽ എന്തെങ്കിലും പണി കിട്ടും. എന്തിനാ ഇങ്ങനെ ഒരാളെ നീ ഇനി ആങ്ങളെ മറ്റേ പുണ്യാളനാക്കണ്ട, ഇങ്ങോട്ട് തള്ളു. പിന്നെ കഴിയില്ല, അങ്ങോട്ട് തള്ളടി. നിന്റെ ആങ്ങളെ അങ്ങോട്ട് തള്ളി മറിക്കാൻ 100 നാവുണ്ടല്ലോ. വണ്ടി അങ്ങോട്ട് തള്ളു, തള്ളിക്കേ. തള്ളു. ഞാൻ തള്ളിയാലൊന്നും വണ്ടി നീ തള്ളിയാ മതി. നീ തള്ളിയാലേ വണ്ടി പോകും. തള്ളങ്ങോട്ട്. എന്തൊരു കഷ്ടമാണ്. പിടിച്ചായി ഫോൺ പോകത്തില്ല. തള്ളടി അങ്ങോട്ട്. ആൾക്കാർ കണ്ട നാണക്കേട് ഇവിടെ ഇറങ്ങി നിൽക്കുന്ന. അപ്പൊ എന്റെ നാണക്കേടിന് ഒരു വിലയില്ലടി. അതെന്ത്? നമുക്ക് ഒരുമിച്ച് നാണക്കേടാം. തള്ളങ്ങോട്ട്. എന്റെ ഒരു മീറ്റിംഗ് ഞാൻ അവിടെ ആള് വിളിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പിന്നെ വെറുതെ നടക്കുവാണോ? നീ വെറുതെ തള്ളങ്ങോട്ട് കളിക്കാതെ റോഡിൽ. എന്തോ തള്ളാന്ന് വെച്ചിട്ടാ? ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് കൊടുക്കുക. വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കുക. അങ്ങോട്ട് പോയിട്ട് അപ്പുറത്തേക്ക് വർക്ക്ഷോപ്പുള്ളൂ. എടാ വാട ചോറ് തിന്നാടാ. എന്ത് നിനക്ക് വേണ്ടാത്തത്? അമ്മ വരട്ടെ, അമ്മ വന്നിട്ട് കഴിക്കാം. അമ്മ വരുന്നവര് വിശന്നിരിക്കാനോ മക്കൾ ചെന്ന് മേടിച്ച് കഴിക്കാൻ? വിശക്കോടെ ചെറുക്കാം. വേണ്ട, അമ്മ വരട്ടെ. എന്റെ അമ്മയും അച്ഛനും കൂടി ഇപ്പൊ സ്കൂട്ടറിൽ അങ്ങനെ കറങ്ങോ? അതെ, നോക്കടാ, ആ വണ്ടി കൊടുത്താൽ എത്ര നന്നായി. ഇപ്പൊ അവരൊരു സന്തോഷം കണ്ടില്ലേ? രണ്ടാളും കൂടി വണ്ടിയിലേക്ക് ഇറങ്ങിയിട്ട് ഇത് വരുമ്പോ അത് കാണാൻ തന്നെ ഒരു രസല്ലേ? കാണാൻ വേണ്ടിയായിരിക്കുന്നു. മകള് കഴിക്കണെങ്കിൽ കേട്ടാ. വേണ്ട, അവര് വരട്ടെ. അവരെന്തോ പാഴ്സലോട്ട് പറഞ്ഞിരിക്കട്ടാ. ടൗണിൽ കൂടെ കറങ്ങിട്ടാവും വരും. എന്തെങ്കിലുമൊക്കെ ബേക്കറി അതാണ്. അവരെന്തോ കൊണ്ടുവരും പറഞ്ഞല്ലേ നീ ഇരിക്കുന്നത്? അവരൊന്നും കൊണ്ടുവരാൻ പോണില്ല. നിന്റെ ഡാഡിയല്ലേ ആള്? ഫോണെടുത്ത് വിളിച്ചാ വിട്ടുകൊടുക്കരുതിട്ടോ. നാളെ ഡാഡിയോട് നിർബന്ധം പറഞ്ഞു നീ പോണേ. കളിക്കല്. മനുഷ്യനെ ഇനിയും ഭ്രാന്തടിപ്പിക്കാനാണ് കളിക്കുന്നു. വണ്ടി എവിടാ? വണ്ടിയാ? വണ്ടി അവളെ മിണ്ടൂല. അവക്ക് വയറിറങ്ങി ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തേ വണ്ടിയാടേ? അത് വണ്ടിയാ. പിന്നെ അത് ആക്രി. ഒരു ആക്രി തുരുമ്പില് 2 മറ്റേ ചക്രം എടുക്കുകയാണ്. ചക്രം ടയറിനെ പറയാൻ ഒക്കൂല. ഇത് നാണം ഉണ്ടാടാ നിനക്ക്? നീ ഒരു നിയമപാലകനല്ലേ?
കുറച്ചൊക്കെ ഒളിപ്പ് പോണവിടെ കുറച്ച് ഇത് മറ്റേ ആരാണ്ട് പറയൂലേ അമ്മായി അമ്മയ്ക്ക് അടുപ്പിലും ആവാന്ന് പറഞ്ഞ പോലെ എന്തുണ്ടായി അത് പറയടാ. പോലീസുകാർക്ക് എന്തുവേണം ആവാലോ. നമ്മളെ പോലുള്ള ഒരു സാധാരണക്കാരാ വണ്ടിയും കൊണ്ട് പോയാ യവന്മാര് ചെക്ക് ചെയ്ത് അതിനകത്ത് ഇതിന്റെ ടയർ മുട്ടയാണ്, ഇതിൽ മുഖം നോക്കാല്ല, മറ്റത് നോക്കാല്ല, അങ്ങനെ എന്തെല്ലാം 100 കുറ്റങ്ങൾ പറയും. പൊള്യൂഷൻ ഇല്ല ആ വണ്ടിക്ക്. നിന്റെ പറച്ചിലേട്ടത്തൊന്നുള്ള നിന്നെ നിർബന്ധിച്ച് വണ്ടി നന്ദി വിട്ടാണെന്ന് നീ ഇവിടെ കിടന്ന് ബഹള വണ്ടിയെടുത്തോണ്ട് പോയടാ. അത് നിന്നോട് വണ്ടി എടുക്കണം ഞാൻ പറഞ്ഞ നിന്റെ എടാ മനുഷ്യന് ഒരു കുറച്ചൊക്കെ മര്യാദ വേണം. ഈ മനുഷ്യന്റെ ഹാർട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് പ്രവർത്തിക്കണമെങ്കിൽ അതിനകത്ത് ചോരയുണ്ട്. ചോര എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതുണ്ടെങ്കിലേ പ്രവർത്തിക്കൂ. അതുമാതിരിയാണ് ഈ വണ്ടിക്കകത്ത് ഇഞ്ചിൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിനകത്തെ ഓയിൽ വേണം, അതുണ്ടെങ്കിലേ അത് ചലിക്കുള്ളൂ. അതില്ലാത്തോണ്ട് പുല്ലിന്ന് വഴിയിലായി നിന്ന് ഞാൻ തള്ളി. ആര് തള്ളി? നീ തള്ളിയെങ്കിൽ അന്തസ്സുണ്ട്. നിന്റെ ആങ്ങളയുടെ വണ്ടിയല്ല, തള്ളണം. പിന്നല്ലാതെ പിന്നെ ഞാൻ തള്ളു റോഡ് നിങ്ങളെ. വണ്ടി സുശീലന്റെ വർഷാപ്പ് കയറ്റി വെച്ചിട്ടുണ്ട്. എന്റെ ഇന്നത്തെ ദിവസം പോയി എത്ര രൂപ ബിസിനസ് പോയി എന്നറിയാമോ? പിന്നെ അമ്മാവാ എല്ലാം കൂടെ ഒരു ബില്ല് എഴുതി തന്ന് 16,000 രൂപ ആവുന്നു. അതുകൊണ്ടേ വണ്ടി സുശീലന്റെ വർഷാപ്പ് ഇരിപ്പുണ്ട്. നിങ്ങൾ പണി ചെയ്യോ, പൈസ എടുക്കുകയോ കൊടുക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോ. എനിക്കിനി ആ വണ്ടി വേണ്ട. വണ്ടി സുശീലിന്റെ വർക്ക്ഷോപ്പ് ഇരിപ്പുണ്ട്. അത് പണി ചെയ്യണം, പൈസ കൊടുക്കണം, എടുത്തോണ്ട് വരണം. എനിക്ക് ആ വണ്ടി വേണം. എനിക്ക് ആ വണ്ടി വേണമെന്ന് ഞാൻ മലയാളത്തിൽ പറഞ്ഞു. എനിക്കിത് വേണം. 16,000 രൂപ എന്തിന്?